ഒരു ടേബിളിനെയാണ് ഇവിടെ ഈ വരച്ചിരിക്കുന്നത്. അതിന് മുകളിലായി റെസ്റ്റിലിരിക്കുന്ന ഒരു ബ്ലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബലങ്ങളെയും വരച്ചു കാണിക്കുന്ന ഡയഗ്രത്തെയാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വിളിക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാനായി നമ്മൾ ആദ്യം ഈ ബ്ലോക്കിനെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി ഈ ബ്ലോക്കിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഈ ബ്ലോക്കിൽ താഴേക്കായി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ ഫോഴ്സിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിന്മേലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ വസ്തുവിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതിനാൽ ഇവിടെ ഈ ഫോഴ്സ് ബ്ലോക്കിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒരു ഫോഴ്സ് താഴേക്കായി ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. എന്നാൽ നമ്മുടെ ബ്ലോക്ക് ടേബിളിന് മുകളിൽ ചലിക്കാതെ റെസ്റ്റിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിനാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ഒരു ഫോഴ്സ് ഈ ബ്ലോക്കിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതൊരിക്കലും റെസ്റ്റിൽ തുടരില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് ബ്ലോക്കിന് നൽകുന്നത് ഈ ടേബിൾ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയി ടേബിൾ കൊടുക്കുന്ന ഈ പുഷിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഇവിടെ നമ്മൾ ബ്ലോക്കിനെ സ്ട്രിങ്ങിന്റെ ഒരു അറ്റത്തായി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ കേസിലും ബ്ലോക്ക് റെസ്റ്റിലാണുള്ളത്. അടുത്തതായി നമ്മൾ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ബ്ലോക്ക് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടാതെ അതിനെ റെസ്റ്റിൽ തുടരാൻ സഹായിക്കുന്നത് സ്ട്രിങ് നൽകുന്ന പുള്ളിംഗ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിനെ നമ്മൾ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രൗണ്ടിന് മുകളിലായി ഇങ്ങനെ ഒരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു റോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫോഴ്സിൽ ഈ ബ്ലോക്കിനെ ഇങ്ങനെ പുൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബ്ലോക്ക് ചലിക്കുന്നില്ല എങ്കിൽ ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ബ്ലോക്കിൽ ഗ്രാവിറ്റി താഴേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. ഇത് ഗ്രൗണ്ട് ബ്ലോക്കിൽ ചെലുത്തുന്ന നോർമൽ ഫോഴ്സിനാൽ ബാലൻസ് ചെയ്യപ്പെടും. ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് 0 ആയതിനാൽ ബ്ലോക്കിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അടുത്തതായി നമ്മൾ ബ്ലോക്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായി ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഫോഴ്സ് നമ്മൾ ബ്ലോക്കിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ്. ഇവിടെ ബ്ലോക്ക് റെസ്റ്റിലായതിനാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായി ആക്ട് ചെയ്യുന്ന ഏതോ ഒരു ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ബ്ലോക്കിനും ഗ്രൗണ്ടിനും ഇടയിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായി ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന പുള്ളിംഗ് ഫോഴ്സിനെ എതിർക്കുന്നത്. നമ്മളൊരു വസ്തുവിനെ മുന്നിലേക്ക് മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ശ്രമത്തെ എതിർക്കുന്ന രീതിയിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നത്. ഇവിടെ നമുക്ക് 10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഷെൽഫ് ഉണ്ട്. അതിന് മുകളിലായി 5 ന്യൂട്ടൺ വെയിറ്റ് വരുന്ന ഒരു ബ്ലോക്കിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 വയേഴ്സ് ഉണ്ട്. ശേഷം നമ്മൾ ഇതിനെ സീലിംഗുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 5 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ബ്ലോക്കിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ ഫോഴ്സിന്റെ അതേ മാഗ്നിറ്റ്യൂഡുള്ള നോർമൽ ഫോഴ്സ് ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. അടുത്തതായി 10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഷെൽഫിന്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ ഈ താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആയിരിക്കും. ഇതിന് മുകളിലായിരിക്കുന്ന ഈ ബ്ലോക്കിനെ ഗ്രാവിറ്റി 5 ന്യൂട്ടൺ എന്ന ഫോഴ്സിൽ താഴേക്ക് പുൾ ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ഈ ഷെൽഫിനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പുഷിംഗ് ഫോഴ്സ് ഒരു നോർമൽ ഫോഴ്സ് ആയിരിക്കും. 5 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബ്ലോക്കിൽ ഗ്രാവിറ്റി പ്രയോഗിക്കുന്ന ഫോഴ്സ് കാരണത്താലാണ് ആ പുഷിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഈ പുഷിംഗ് ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ന്യൂട്ടൺ എന്നായിരിക്കും വരുന്നത്. ഇത് ചലിക്കുന്നില്ല എങ്കിൽ ഉറപ്പായും ഈ ഫോഴ്സുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ഇവയെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ ഉണ്ടായിരിക്കും. ഇവിടെയുള്ള വയറുകളിൽ നിന്നുള്ള പുള്ളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ആണ് ഈ ഓപ്പോസിംഗ് ഫോഴ്സ് നൽകുന്നത്. ഇവിടെ ഇത് സ്റ്റേഷനറി ആയതിനാൽ T1 + T2 എന്നത് 10 ന്യൂട്ടൺ + 5 ന്യൂട്ടന് ഈക്വൽ ആയിരിക്കും.